ദൈവവചനം പ്രസ്താവിപ്പാൻ കാണിച്ച ആ നല്ല മനസ്സിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. നിങ്ങളുടെ മിനിസ്ട്രിയെയും നിങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഞങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ടുള്ള സമയം നിങ്ങൾക്ക് തരുന്നു. ജയമസി കേൾക്കാമോ ജോസ്യ? വളരെ നല്ലോണം കേൾക്കാം. കർത്താവിന്റെ പരിശുദ്ധ തിരുനാമത്തിന് രാത്രി സ്തോത്രം ചെയ്യുന്നു. प्रभु की अति पवित्र नाम को इस रात को मैं महिमा देता हूँ. ഈ രാത്രി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിന്റെ വചനവുമായി അവസരത്തിന് സ്തോത്രം പറയുന്നു. आज रात को एक बार और मैं प्रभु परमेश्वर का वचन को लेकर रहने का खड़ा होने का अवसर दिया, इसलिए मैं प्रभु को धन्यवाद करता हूँ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് വിശേഷാൽ ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ ശിബിച്ചാനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും വന്ദനവും ഓർപ്പിക്കുന്നു. अवसर दिया हुआ प्रभु का दास और उनकी कलीसिया के लिए हम धन्यवाद करते हैं. ഈ രാത്രി സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ സ്വാഗതത്തെ അറിയിക്കുന്നു. आज ही रात को इस जूम मीटिंग में जुड़े हुए हर एक व्यक्ति को, जो हालेलुया, हर एक प्रभु का दास दासियों को और नए लोगों को, सबको यीशु मसीह की पवित्र नाम में वंदन देता हूँ. കഴിഞ്ഞ ചില നാളുകളായി ഈ സൂം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പല ദിവസങ്ങളിലും എനിക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യുവാൻ ദൈവവചനമൊക്കെ ശ്രവിപ്പാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. पिछला 2-4 महीने से आपका जूम मीटिंग चल रहा है. कुछ एक दिनों में मुझे भी आपके साथ जुड़कर वचन सुनने का परमेश्वर ने अवसर मिला. എനിക്ക് ഹിന്ദി വലുതായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ നിങ്ങളുടെ പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്നുണ്ട്. मुझे हिंदी बहुत अच्छे से नहीं जानते, लेकिन मैं आपकी प्रचारों को सुनते थे बीच बीच में. അതിന്റെ ജീവിതത്തിലും വളരെ അനുഗ്രഹമായി നിലനിൽക്കുന്ന അത് ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. वो वचन सब मेरे जीवन के लिए भी आशीष का कारण है, इसलिए मैं प्रभु को धन्यवाद करता हूँ. പല മീറ്റിങ്ങുകളിൽ ഞാൻ കയറുമ്പോൾ മുടങ്ങാതെ ഈ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്ന പല ദൈവദാസന്മാർ ഇതിന്റെ അകത്ത് ഞാൻ കാണുന്നു. അവരെ ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. इस जो मीटिंग में जब मैं जोड़ते हैं, लगातार प्रभु की वचनों को हालेलुया सुनने के लिए हालेलुया अपना समय निकाल कर इस संगति में जुड़ने वाला बहुत नए नए लोगों को मैं देखता हूँ रोज. അല്പനിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ഈ രാത്രി ആയിരിക്കാം. थोड़े देर हम वचन के सामने हम मिलकर रहे. നമ്മൾ ഒരുമിച്ച് വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ പ്രത്യേക നമ്മൾ മറ്റുള്ള ജോലി കാര്യങ്ങളോ ഇടപാടുകളോ ഒന്നും ചെയ്യാതെ ദൈവസന്നിധിയിൽ അല്പനേരം ആയിരിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. आप लोग कृपा करके इधर उधर ना भटके, हालेलुया, कोई और काम ना करते, सब्जी ना काटते रहे. हालेलुया, आप में विंडो ऑफ है, इसलिए मैं कुछ भी करूंगा करके कोई भी काम ना करे. आप लोग बिल्कुल कृपा करके थोड़ी देर प्रभु के वचन की ओर ध्यान कीजिए. എല്ലാവരും സന്തോഷത്തോടെ ആണെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മുഖാമുഖം കണ്ട് ഈ രാത്രി ദൈവവചനം ശുശ്രൂഷിക്കാം. अगर आप लोग सब बहुत खुश है तो आप अपनी वीडियो को चालू कीजिए. सब लोगों को शक्ल देखकर हम प्रचार करेगा तो हमको बहुत अच्छा लगता है. ദയവായിട്ട് ഈ മീറ്റിംഗ് നിങ്ങൾക്ക് ദൈവവചനം ശുശ്രൂഷിക്കുന്ന നിങ്ങൾക്ക് ബോറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ആയി പോവല്ലേ. നിങ്ങൾ ദയവായി നിങ്ങളുടെ വീഡിയോ ഓഫ് ചെയ്ത് അവിടെ ഇരിക്കാവേ ഉള്ളൂ. हालेलुया, अगर आपको ये वचन अच्छा नहीं लगता है तो आप कृपा करके उड़कर ना जाइएगा, ऑफ ना कीजिएगा, आप बैठे रहिएगा सुनते. आपको कहीं ना कहीं प्रभु आपसे बात करेगा, आपको अच्छा लगने लगेगा. ദൈവം നമ്മളെല്ലാവരും ഈ രാത്രി അനുഗ്രഹിക്കട്ടെ. परमेश्वर हम सबको आशीष देने पाए. പ്രത്യേകാൽ പ്രിയ ഷിബിച്ചാനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് പരിചയപ്പെടുവാനും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് അവസരം തരുന്നുണ്ട്. बहुत दिन से प्रभु का दास के साथ मुझे हालेलुया संबंध है. प्रभु जब से मिले तब से हम लोग प्रार्थना में याद करते हैं. ഞാൻ പ്രത്യേകാൽ ഷിബിച്ചാനെ മറക്കാതെ എന്നും പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. പറഞ്ഞോ. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് ദൈവവചനം പഠിച്ചത്. ആ സമയത്ത് ഞാൻ ഓർക്കുന്നു, എനിക്ക് ചിക്കൻ ഗുനിയ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ എന്നെ വളരെ ശുശ്രൂഷിക്കുകയും കരുതുകയും ചെയ്ത ഒരു ദൈവദാസനാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ട്രീറ്റ്മെന്റ് ചെയ്ത ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് നിത്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. ആ ദൈവദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം ദൈവസന്നിധിയിൽ വായിക്കാം. आज रात को एक मनन के लिए एक वचन हम पढ़ेंगे. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. निर्गमन का किताब 15 अध्याय उसका
23वां वचन पढ़ो। അവർ മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അതിന് മാറ എന്ന പേരിട്ടു. आमीन। मारा नामक एक स्थान पर पहुंचे, वहां का पानी खरा था, उसे वे ना पी सके, इस कारण उस स्थान का नाम मारा पड़ा। आमीन। വളരെ സുപരിചിതമായ ഒരു വേദശകലമാണ് ഈ രാത്രി നമ്മൾ വായിച്ചത്. बहुत बेरे बार हम सुने हुए एक पवित्र वचन है जो मैंने पढ़ा है। നമുക്കെല്ലാവർക്കും അറിയാം ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നടത്തുന്ന ഒരവസ്ഥ. हम सब जानते हैं मिस्री की गुलामी से इस्राएल जनों को, जो परमेश्वर की लोगों को प्रभु मरुस्थल से चलाते हुए हमने वचन में पढ़ते हैं। നീണ്ട വർഷങ്ങളായി ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ദൈവജനത്തെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി മോശ മുഖാന്തരം ദൈവം അവിടെ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടിരിക്കുകയാണ്. बहुतेरे साल में कम से कम 400 साल से अधिक मिस्री की गुलाम फरवो राजा का गुलामी में रह रहा था इस्राएली जन। वहां से मूसा के द्वारा प्रभु ने उनको छुड़ाकर मरुस्थल से यात्रा करा रहा है। ദൈവം മോശ മുഖാന്തരം അവരോട് അരുളി ചെയ്ത അതിപ്രധാനമായ ഒരു കാര്യം ഇതാണ്: മേഘം നിങ്ങൾക്ക് മുമ്പായി വഴി കാണിക്കും. मूसा ने इस्राएली लोगों को बताया, तुम ये मरुस्थल में जब यात्रा करता है, जो परमेश्वर का जो बादल है तुम्हारे आगे आगे तुमको अगुवाई करेगा। മേഘം എപ്പോ പൊങ്ങുന്നോ അപ്പോൾ നിങ്ങൾ കൂടാരത്തിന്റെ കുറ്റി പറിച്ച് യാത്ര തിരിക്കണം. जब प्रार्थना स्थल में परमेश्वर की उपस्थिति की जगह पर जब परमेश्वर की जो बादल जब उतरने लगेगा, वो आगे बढ़ने लगेगा, तब तुम्हारी तंबुओं को तुम खोलना, आगे यात्रा शुरू करना। മേഘം എവിടെ നിൽക്കുന്നോ അവിടെ നിങ്ങൾ കൂടാരത്തിന്റെ കുറ്റി ഉറപ്പിച്ച് അവിടെ ആരാധന കഴിക്കണം. मेघ कहाँ रुक जाते हैं वहां तुम हालेलुया अपनी यात्रा को बंद करना और हालेलुया और अपना तंबू फिर वहां लगाकर प्रभु अपना जीवन बिताना। അങ്ങനെ യാത്ര ചെയ്ത് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുകയാണ്. उसी जैसा यात्रा करके वो लोग मरुस्थल की ओर से चल रहे थे। ചെങ്കടൽ കടന്നു, മരുഭൂമി കടന്നു. മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നീണ്ട 3 ദിവസം വെള്ളം കുടിക്കാൻ കിട്ടാതെ ജനം ഒരുമിച്ച് ദാഹിച്ച് നിൽക്കുന്ന സമയം. वो लोग गुलाम फरवो का मिस्री की गुलामी से निकला, वहां बहुत बड़े समुद्र, लाल समुद्र परमेश्वर ने उनके लिए खोला और आगे मरुस्थल यात्रा किया। वो 3 दिन तक यात्रा किया। 3 दिन के बाद उनको समय पानी इनकी हाथ में जो था खत्म हो गया। पानी इनको बहुत प्यासा लगने लगा। നീണ്ട 3 ദിവസമായിട്ട് ഇവരുടെ ഹൃദയത്തിലെ ഒറ്റ ആഗ്രഹം ഇത്രേ ഉള്ളൂ: കുടിപ്പാൻ അല്പം വെള്ളം കിട്ടണം. 3 दिन का यात्रा में इनकी मन में एक ही है बात है, हमको पीने के लिए थोड़ा पानी चाहिए। ജനം ഒരുമിച്ച് മുൻപിൽ കാണുകയാണ് മാറയിൽ അവർക്ക് വേണ്ടി വെള്ളം ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. हालेलुया। तब उन्होंने पूरी लोग जो कम से कम आप सोचना, लोग 40 लाख लोग है जो एक साथ मरुस्थल की ओर से यात्रा कर रहा है। तब उन्होंने देख रहा है मारा करके जगह में एक सौदा निकले हुए हैं। ഇവരുടെ വിഷയം ദാഹവാ. इनका जो जीवन का चाहत है प्यास, पानी का प्यास। ഇവരുടെ വിഷയത്തിന്റെ പരിഹാരമായിട്ട് മാറയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. इनका जो जीवन की विचार का विषय का जो उत्तर के अनुसार उनके सामने मारा करके एक जगह में एक सौदा मिला है उनको। പക്ഷെ പ്രശ്നം ഒന്നുണ്ട്. लेकिन एक बात वहां खड़ा है, വെള്ളം ഇവർക്ക് കുടിപ്പാൻ കഴിയാതെ വണ്ണം അത് കയ്പുള്ളതാണ്. पानी ये लोग पीने की लायक नहीं है क्योंकि वो कड़वा है। വിഷയത്തിന്റെ പരിഹാരം മുൻപിൽ തുറക്കപ്പെട്ടിട്ടും അത് അനുഭവിക്കാൻ കഴിയാതെ കയ്പുള്ളതായി നിൽക്കുന്നു. ये लोगों को चाहत था पानी का, पानी इनका जीवन के सामने मिला, लेकिन उसको पीने के लिए ये लोगों से नहीं हो पा रहा है क्योंकि पानी कड़वा है। 30,000 വരുന്ന ലക്ഷത്തിലധികം വരുന്ന ജനം ഒരുമിച്ച് വെള്ളം കൈക്കുമ്പിളിൽ എടുത്ത് കുടിക്കുകയാണ്. आप देखते हैं 30 से 40 लाख भीड़ का लोगों के बीच में लोगों ने ये सौदा का किनारे में आकर पानी पीने का चाह रहा है। കയ്യിൽ വെള്ളം കോരിയപ്പോൾ അവർക്ക് അത് കയ്പായി തോന്നിയില്ല.
जब हाथ में जब वो लोग वो पानी को उठाया, अपने हाथों में लेकर उसको पीने लगने लगा, तब उनको कड़वा नहीं लगा। ജനം ഒരുമിച്ച് അത് വായിൽ എപ്പോ കൊണ്ടു ആ സമയം മുതൽ അവരുടെ വയറും വായും ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങി. जब वो लोग उसको मुंह पर हाथ पे उठाकर जब मुंह पर डाला, उनको स्वाद करने लगा, तब उनकी मुंह और उनकी पेट पर एक साथ कड़वा पाने लगा। മോശയോട് ജനം ഒരുമിച്ച് ചോദിക്കുന്നു, ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം പല വ്യവസ്ഥ കൊടുത്ത് ഇവരെ ഇറക്കി തിരിച്ചത്. जब ये लोग मिस्री की गुलामी से परमेश्वर इस्राएली अब्राहम का संतान इस्राएली लोगों को निकाल के लेके आए, तो बहुतेरे वायदा प्रभु ने इनके साथ किया थे। പക്ഷെ എല്ലാത്തിനെ കുറിച്ചും വെളിപ്പാട് പ്രാപിച്ചിരുന്ന മോശ എന്തുകൊണ്ട് മാറയ്ക്കകത്ത് കയ്പുണ്ടെന്നുള്ള വെളിപ്പാട് പ്രാപിച്ചില്ല? तब ये लोग अपने आप पूछने लगा, इतना प्रकाश पाने वाला मूसा, इनकी जो अगुवाई करने वाला इनका जो नेता है, उनको ये प्रकाश क्यों नहीं हुआ, ये जो मारा का पानी कड़वा है करके। സകല ജനവും മോശക്കെതിരായി പിറുപിറുക്കുകയാ. पूरी 30 लाख लोग, अधिक 40 लाख लोग, ये पूरा मूसा के विरुद्ध कुटकुटापन करने लगा। ഇതുവരെ കയ്പില്ലാതെ ജീവിതത്തിനകത്ത് എന്താ പെട്ടെന്നൊരു കയ്പ് അനുഭവപ്പെട്ടത്? अभी 3 दिन से यात्रा कर रहा है, अच्छे से मेघों का साथ साथ यात्रा कर रहा है, इतना दिन में कोई दुर्घटनाएं, कोई परेशानियां, कोई कड़वापन नहीं था, लेकिन अभी कड़वापन होने का कारण क्या है? നമ്മളും പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാ, കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് യുപിയുടെ പ്രദേശത്ത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നിട്ട് ആർക്കും ഇല്ലാത്തൊരു കയ്പ് ഞാൻ മാത്രം എന്നതാ അനുഭവിച്ച് മുൻപോട്ട് പോകുന്നേ. बहुतेरे बार आपके जीवन में भी ये सोच होता है, देखो मैं प्रभु के लिए अपना जीवन को निकाला है, इतना दिन से मैं विश्वास में हूं, लेकिन हालेलुया, लेकिन मेरे जीवन में ऐसा कड़वापन बात क्यों आ रहा करके कभी कभी हम लोग भी सोचते हैं। മോശയോട് ദൈവം മറുപടി ഇപ്രകാരമാ. मूसा को परमेश्वर ने इस तरीके से उत्तर दिया, മോശെ നീയല്ല ജനത്തെ മുൻപോട്ട് നയിച്ചത്, ഞാൻ തന്ന മേഘത്തിന്റെ അരുളപ്പാടനുസരിച്ച നീ മുൻപോട്ട് യാത്ര തിരിച്ചതെങ്കിൽ മേഘം എവിടെ എത്തി നിൽക്കുന്നു, അതിന് മുമ്പിലുള്ള പ്രശ്നത്തിന് കയ്പായി നിൽക്കുന്ന പ്രശ്നത്തെ പരിഹരിച്ചു തരാൻ മേഘത്തെ അയച്ച ഉടമസ്ഥൻ ഇന്ന് രാത്രി തയ്യാറായി നിൽപ്പുണ്ട്. हालेलुया। मूसा को प्रभु ने कहा, हे मूसा, मैंने तुझे और तेरे लोगों को मिस्री की गुलामी से निकल लेके आया, अगर मैंने तेरी अगुवाई मेघों के द्वारा करता है तो, मैं तुम्हारे आगे मेघ की खंबे की तरह अगर चलता है तो तुम्हारी जीवन की कोई भी कड़वापन अवस्था को उसको मीठा बनाने का काम मेरा है। ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങും. आज रात को चाहे आपका जीवन का कड़वापन की कोई भी अवस्था आप अगर सामना करता है तो, अगर आपको अगुवाई करने वाला प्रभु यीशु मसीह की नाम है तो वो नाम आपके कड़वापन को दूर करेगा। കർത്താവിനെ അറിഞ്ഞിട്ടും നീ അനുഭവിക്കുന്ന കയ്പ്, നിന്റെ തലമുറ അനുഭവിക്കുന്ന കയ്പ്, നിന്റെ ശുശ്രൂഷാവേദികളിൽ നീ അനുഭവിക്കുന്ന കയ്പുകൾ അനുഗ്രഹത്തിന്റെ ഒരു പൊതിക്കെട്ടായി വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളുണ്ടെന്ന് ഈ രാത്രി നാം മറക്കരുത്. आप सेवकाई के लिए निकलने के बाद, प्रभु यीशु मसीह को जानने के बाद, आपके जीवन में आप सामना करने वाला हरेक परेशानियां, हरेक मुश्किलें, हरेक कड़वापन को देखकर तुम कुटकुटापन न करो। वो तेरे आगे आगे चलने वाला साधारण व्यक्ति नहीं है, हालेलुया, समुद्र और पृथ्वी को मालिक है, जो पूरी संसार को बनाने वाला सर्वशक्तिमान परमेश्वर है। अगर वो कड़वापन तुमको बड़ा बुरा लगता है तो उसको मीठा बनाने के लिए तेरे साथ एक सर्वशक्तिमान परमेश्वर है, तुम विश्वास कीजिए। ഈ രാത്രി നാം വിശ്വസിക്കുക, മേഘം പറയുന്നതിലെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മേഘത്തിന്റെ കീഴിലൂടെ യാത്ര ചെയ്യുന്ന ദൈവവേദനയിൽ നിന്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെ ഈ രാത്രി സ്വർഗം ഏറ്റെടുത്ത് അതിന്റെ മീതെ സ്വർഗത്തിന്റെ കരം തൊടാൻ പോകുകയാ. अगर आज रात को परमेश्वर की बादल की छाया में परमेश्वर की वजन के अनुसार चलने वाला लोगों, अगर तुम जीवन के सामने कोई भी मुश्किल परिस्थिति को, कड़वापन अवस्था को तू सामना करते हो तो चिंता मत करो, तेरे आगे आगे चलने वाला सर्वशक्तिमान परमेश्वर है, वो तुम्हारी कड़वापन को मीठा करेगा। ദൈവജനമേ, നമ്മളെ വിളിച്ച്
ഒരു കൃപ പകർന്നതിന് ശേഷമല്ല നമ്മുടെ പ്രതിസന്ധിയുടെ മീതെ സ്വർഗം ഒരു വഴി വരച്ചു വെച്ചിരിക്കുന്നത്. നമ്മെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ നമ്മൾ യാത്ര ചെയ്യേണ്ട പ്രതലങ്ങൾക്കകത്തുള്ള വഴികൾ ആത്മാവ് നമുക്ക് വേണ്ടി വരച്ചൊരുക്കിയിട്ടുണ്ട്. हे प्रभु के लोगों, आप सुनो, आप प्रभु में आया तब आपके लिए कोई संचार पद बनाया हुआ प्रभु नहीं, आपके लिए कोई रास्ता बनाया हुआ प्रभु नहीं है जिसको आप उपासना करते। ये परमेश्वर युग युग से पहले आपकी माँ की कोख पर आप जन्म होने से पहले आपके बारे में जाना और आपके ऊपर चित लगाया, आपको अभिषेक करके हालेलुया आप आज प्रभु में आए तो आपके लिए उन्होंने युग युग से पहले बनाया हुआ रास्ते पर है जो आपको भी चला रहा है। ഇസ്രായേൽ ജനം മിസ്രൈമിനകത്തൂടെ മിസ്രൈമിന് യാത്ര ഇറങ്ങി തിരിച്ചതിന് ശേഷമല്ല, മരുഭൂമിയിൽ അവര് മാറയുടെ അടുക്കൽ എത്തിയതിനു ശേഷമല്ല അവർക്ക് വേണ്ടുന്ന വഴി സ്വർഗത്തിലെ ദൈവം വരച്ചത്. അബ്രാഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോഴേ, അബ്രാഹാമിന്റെ തലമുറ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണമെന്ന് വാഗ്ദത്തം ചെയ്യുമ്പോഴേ ഇസ്രായേൽ ജനത്തിന് വേണ്ടുന്ന വഴി ആത്മാവ് അവിടെ വരച്ചിരുന്നു. इस्राएली जन को जब मिस्री की गुलामी से लेकर निकल रहा था तब प्रभु ने सोचा ये लोगों को लाल समुद्र पार करना पड़ेगा, अभी मैं क्या करूं। लेकिन उस समय नहीं, प्रभु ने प्लान बनाया, प्रभु ने पद्धति बनाया, योजना बनाया। और ये अब्राहम को बुलाने से पहले अब्राहम को बोला तुम स्वर्ग की ओर देखो, नक्षत्रों को गिन सकता तो गिनो, और समुद्र की ओर देखो, उसकी सराई को देखो, उसमें जो बालू को तो गिन सकता तो गिनो, अगर नहीं तेरी पीढ़ियों को इस संख्या में मैं बढ़ाऊंगा। उसी समय प्रभु ने इस्राएली लोगों के लिए प्लान बनाया, पद्धति बनाया। आमीन। UP എന്ന സംസ്ഥാനത്ത് ദൈവം നമ്മെ കർത്താവിന്റെ വേലയ്ക്കാക്കുന്നതിന് മുമ്പേ നമ്മൾക്ക് വേണ്ടുന്ന വഴി, നമ്മുടെ ശുശ്രൂഷാ വേദികൾക്ക് വേണ്ടുന്ന വഴി ആത്മാവ് UP സംസ്ഥാനത്ത് വരച്ചിട്ടുണ്ട്. ഈ രാത്രി പ്രതീക്ഷയില്ലാത്ത മണ്ഡലത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ ദൈവശക്തനാ, എനിക്ക് വേണ്ടുന്ന ചില വഴികൾ ആത്മാവ് അവിടെ തുറന്നീ ദിവസങ്ങളിൽ തരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. आप यूपी, एमपी, मध्य प्रदेश, एमपी, दिल्ली, आप जो हम बैठा उस देश पे आप प्रभु के लिए निकला, तब आपके लिए एक रास्ता प्रभु नहीं बना रहा है। आप वहां आने से पहले, आप उस सेवकाई को शुरू करने से पहले, आप अपने घर को वहां बसाने से पहले, आप अपनी बच्चों को इस धरती पर जन्म देने के लिए प्रभु आपको सहायता करने से पहले आपके लिए एक बहुत बड़ा मार्ग, जैसे इस्राएलियों को हालेलुया समुद्र के नीचे एक हाईवे बनाकर प्रभु ने लगाया, उसी जैसा आपके जीवन के लिए एक मार्ग को सर्वशक्तिमान परमेश्वर ने आपके लिए खोला हुआ है। आपका काम है प्रभु यीशु मसीह जो बादल का खंबा है उनकी वजन के अनुसार चलना। वो उसी बादल के नीचे अगर आप बैठे रहेगा तो सर्वशक्तिमान आपको आगे ले जाएगा। നമുക്ക് മുമ്പ് ശുശ്രൂഷിച്ച വഴിയിലൂടെ ആയിരിക്കത്തില്ല അഭിഷക്തന്മാരെ ഈ ദിവസങ്ങൾ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നേ. प्रभु की सेवकों में आपको कहना चाहता हूं, आप ये मत सोचो मेरे प्रभु का दास लोग इस तरीके से सेवा किया था, मेरा भी ऐसा होगा। हे विश्वासियों, आप मत सोचो उन्होंने प्रभु में आए उनके साथ ऐसा हुआ, मेरा भी हो सकता ऐसा होगा। ऐसा नहीं, आपके लिए एक अलग मार्ग प्रभु ने बनाया हुआ है जो आज तक जो दो लोगों ने नहीं देखा है। उस तरीके का नया मार्ग है जो प्रभु ने आपके लिए बनाया है। ഇസ്രായേൽ ജനം മോശയോട് ചോദിക്കുന്നു, നമ്മുടെ പിതാവായിരുന്ന യോസഫിനെ അടിമയായിട്ട് പിടിച്ചുകൊണ്ടുപോയത് ഈ ചെങ്കടലിന്റെ തീരത്തുകൂടെയാ. അന്ന് യോസഫ് ചെങ്കടൽ കടന്നില്ലല്ലോ, അന്ന് അതിലെ രഥത്തിന് യാത്ര ചെയ്യാൻ വഴിയുണ്ടായിരുന്നു. എന്തുകൊണ്ട് മേഘം ആ വഴി സഞ്ചരിച്ചില്ല? ഈ ചെങ്കടലിനകത്തൂടെ മാത്രം മേഘം സഞ്ചരിക്കുന്നത് എന്താണെന്ന് ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുക്കുമ്പോ മോശയ്ക്ക് പറയാനൊന്നുണ്ട്, ഈ ചെങ്കടലിനകത്ത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. हालेलुया। बहुत इस्राएली लोग ये सोच रहे थे हालेलुया हमारा पिता यूसुफ जब हालेलुया जब मिस्री में थे उन्होंने बहुतेरे बाद अपना रथों में अपनी घोड़े बांध कर यात्रा किया था, लेकिन कभी भी उन्होंने मिस्री की हालेलुया जो लाल समुद्र के पार नहीं किया। उनको प्रभु ने बड़े आशीष दिया, लेकिन लाल समुद्र के द्वारा वो यात्रा कभी नहीं किया। तब परमेश्वर हालेलुया मूसा को कह रहा है हालेलुया मुझे लाल समुद्र के ऊपर एक बहुत बड़ा रास्ता खोलना है जो आज तक जो दुनिया ना देखा हो।
ഇസ്രായേലിനോട് ചോദിക്കാം, ഇസ്രായേൽ ജനം ദൈവത്തോട് ചോദിച്ചിരിക്കാം, എന്തിനാ ഇങ്ങനെ ഒരു റൂട്ട് വരച്ചത്? കയ്പ് നിറഞ്ഞ 400 വർഷങ്ങളെ തരണം ചെയ്തല്ലേ ഞങ്ങൾ മുൻപോട്ട് തിരിച്ചത്. ഇനിയെങ്കിലും ഈ കയ്പൊന്നും മാറി ഒരു നല്ല പ്രതലത്തിലൂടെ ഞങ്ങളെ നടത്താൻ കഴിയത്തില്ലേ എന്ന് ചോദിക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ മറുപടി ഇതാ, ഇന്ന് രാത്രി നമ്മെ വിളിച്ചവൻ സകലത്തിന്റെയും കയ്പ് നിറഞ്ഞ കെട്ടിനെ അഴിപ്പാൻ ശക്തിയുള്ള ഒരു ദൈവമാ. इस्राएली जन ये पूछ रहा होगा, प्रभु जी हम हालेलुया 400 से अधिक साल हम देखो मिस्री की गुलामी में थे, उनकी दिक्कत परेशानी में पड़े थे, फिर भी आप क्यों हमको हालेलुया इतनी बड़ी लाल समुद्र को सामना करने पड़ रहा है? हमको क्यों कोई खुलम रास्ता ना दिया? सर्वशक्तिमान परमेश्वर उनको ये कहेगा, हालेलुया मुझे तुम्हारी जीवन की सामने का जो दिक्कत परेशानी को हालेलुया वहां तुम्हारे लिए एक अलग रास्ता खोलना है। हम आपको कहना चाहते हैं, अगर आप जीवन की कोई भी हालेलुया कड़वापन जो लोग आज तक नहीं गुजरा हुआ हो, ऐसी जीवन की सामना अगर आप करता है तो प्रभु आपको कहता है तुम्हारे लिए एक अलग रास्ता, एक बदला हुआ रास्ता, एक नया रास्ता में खुला हुआ है, इसलिए मैं तुमको इस रास्ते से ले जा रहा है। മോശയും ഇസ്രായേലിനെ ഒരുമിച്ച് ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞു, മോശേ നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന്റെ മീതെ നീട്ടുക. ചെങ്കടലിന്റെ മീതെ മോശ വടി നീട്ടിയപ്പോ ചെങ്കടൽ വെള്ളം രണ്ടായി മാറി. मूसा और इस्राएली लोग पूरे हालेलुया परमेश्वर के साथ लाल समुद्र के किनारे पे खड़ा है। आगे बढ़ने के लिए हालेलुया समुद्र है, दोनों तरफ पहाड़ है, पीछे फरौन का सेना है। तब परमेश्वर ने मूसा से कहा, हे मूसा तुम्हारी हाथ पे क्या है? जो डंडा है वो तुम समुद्र की ओर दिखाओ। ജനം ഒരുമിച്ച് അക്കരെ കടന്നു. जब मूसा ने अपनी लाठी को समुद्र की ओर दिखाए तो समुद्र 2 भाग बन गया। वो पूरा 40 के अधिक लोग एक साथ 19 किलोमीटर का लाल समुद्र पार हुआ। സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നു, തിരിഞ്ഞ് ഇസ്രായേൽ ജനം മുഴുവൻ അക്കരെ കടന്നപ്പോൾ തൊട്ടുപുറകെ ഫറവോനും സൈന്യവും കടന്നു വരികയാ. അവർ ആ ചെങ്കടലിനകത്ത് തകർന്നു പോയതായി നാം വചനത്തിൽ വായിക്കുന്നു. हालेलुया। जब इस्राएली लोग लाल समुद्र को पार करते हुए देखा तो दूर से आने वाला इनको पकड़कर वापस ले जाएंगे करके जो सेना पीछे आ रहा था, जैसे इस्राएली लोग पानी में घुसा, हालेलुया रोड बना हुआ उसी रोड पर चलने लगा तो फरवो ने अपना रथों के साथ ये लाल समुद्र के अंदर को यात्रा करने लगा इनका पीछा करने के लिए। हालेलुया। हम देखे हैं आगे इस्राएली लोग पूरा यात्रा पूरा कर दिया। आगे जो इनको पकड़ने गया फरवो का सेना लाल समुद्र में डूब गया। വാഗ്ദത്തമുള്ളവന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരുന്ന വഴി മൂടി നിന്ന വെള്ളത്തെ ഇന്ന് രാത്രി ആത്മാവ് മാറ്റിയെങ്കിൽ ഈ രാത്രി പ്രതീക്ഷിക്കുന്ന നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്ന വഴി കാണാതെ വണ്ണം അതിനെ മൂടിയ വെള്ളത്തെ ആത്മാവ് ഈ രാത്രി മാറ്റിത്തരും. हालेलुया। जैसे इस्राएली लोगों के लिए लाल समुद्र को 2 भाग बनाकर प्रभु ने उनको पार कराया तो तुम्हारे जीवन में हालेलुया पानी के द्वारा जो हालेलुया बांध कर रखा हुआ आगे नहीं बढ़ पा रहा, तेरा जीवन में उन्नति नहीं पा रहा, तुम्हें लाभ ना मिलने वाला, तुमको चंगाई ना देने वाला, तुमको दुष्टात्मा से भर कर बांध कर रखा हुआ अंधकार का शक्ति आज रात को प्रभु की बादल तुम्हारे आगे चलकर परमेश्वर तुम्हारी जीवन को हालेलुया बहुत बड़े मार्ग खोल रहा है। ജനത്തിന് മറുപടി പറയാൻ ഒന്നുണ്ട്. എന്റെ മുമ്പിൽ വഴികൾ അടയപ്പെട്ടത്, ചില വാഗ്ദത്തങ്ങളുടെ വഴികൾ എന്റെ മുമ്പാകെ മൂടപ്പെട്ടത് എന്നെ തകർത്ത് കളയാനല്ല, ആരാധിക്കുന്ന വാഗ്ദത്തമുള്ള എന്നെയും എന്റെ തലമുറയെയും നാളുകളായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ചില പ്രതിസന്ധികളെ തകർത്ത് കളയാന് എന്റെ മുമ്പിൽ ചില വഴികൾ അടയപ്പെട്ടത്. ഈ രാത്രി എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, മുമ്പിൽ അടയപ്പെട്ട വഴിയുമായ ഈ രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്നതെങ്കിൽ ആത്മാവ് പറയുന്നു, നിനക്കതൊരു വഴി തിരിവായി മാറി. ആത്മാവ് ഒരു വഴി തുറന്ന് അതിനകത്ത് നിന്നെ തകർക്കാൻ നോക്കുന്ന ശത്രുവിനെ മുക്കിക്കളയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ഈ രാത്രി ആത്മാവ് ദൂത് കൈമാറുകയാ. आपके सामने परमेश्वर का संदेश यही है। आप सोच रहे होगा ये रास्ता ऐसा क्यों रुका हुआ है, आप मेरे को आगे रुकाने का
क्या कारण है? शत्रु बार बार, दुष्टात्मा बार बार, बीमारी बार बार, लोग मेरे विरुद्ध हालेलुया गलत क्यों सोच रहा है? परमेश्वर बोलता है शत्रुओं के सामने मुझे एक मेष में जाना है। तुम जो रास्ता बंद है, प्रभु ये बताना चाहते हैं, प्रभु तुम्हारे लिए जो रास्ता खोला हुआ है दुनिया दिखने पाए, दुनिया को दिखाना चाहता है प्रभु ने किस तरीके से तुम्हारे जीवन में रास्ता खोलेगा। लोग तुम्हारे जीवन को देखकर हालेलुया हंसने का नहीं, वो लोग लज्जित होने की तरह प्रभु तुम्हारे जीवन में अद्भुत कार्य करेगा। തമ്പുരാൻ തുറക്കുന്ന വഴി വിശാലതയുടെ വഴികളാ. परमेश्वर जो रास्ता खोलता है वो हालेलुया वो बहुत खुलम रास्ता है। നിന്റെ ശുശ്രൂഷക്കെതിരെ വിരൽ ചൂണ്ടുന്നവരുടെ, നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ പ്രവർത്തനത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന കരങ്ങൾക്ക് അതൊരു ന്യായവിധിയായി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കുക. आपके जीवन के विरुद्ध, आपके सेवकाई के विरुद्ध जो लोग उंगली उठाता है उनके जीवन, जो लोग उंगली उठाता उनके जीवन एकदम कड़वापन मिल जाएगा, उनके लिए एक न्याय का कारण हो जाएगा। ജനം ഒരുമിച്ച് ചോദിക്കും ദൈവത്തോട്, കർത്താവേ സകലതും തീർന്നില്ലേ, പിന്നെ എന്തിനായി മാറയിലെ കയ്പ്? हालेलुया। तब उन्होंने फिर जीवन में आगे जब बढ़ रहा था तब इस्राएली लोग परमेश्वर से पूछ रहा है, पिताजी हमारी जीवन का दुर्घटना खत्म तो हो गया, अभी आगे क्यों फिर मारा का कड़वा है? ഈ പ്രതികൂലം നിന്നെ തകർക്കാനല്ല, ये जो दुर्घटनाएं हैं, ये जो रुकावटें हैं तुमको खत्म करने के लिए नहीं है। മാറയിലെ കയ്പ് പാരമ്പര്യമായി നിൽക്കുന്ന കയ്പാ. मारा का जो कड़वापन है वो परंपरागत समय से कड़वा है। ഇന്ന് രാത്രി നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പാരമ്പര്യമായിട്ടുള്ള കയ്പുകളാ. आजकल का दिन में जो आप सामना करता है, जो परेशानियां परंपरागत पीढ़ी से आया हुआ परेशानियां हैं। ചില വർഷങ്ങൾ പഴക്കമുള്ള കയ്പിന് ഇന്ന് രാത്രി ആത്മാവ് അഴിച്ചു മാറ്റും. बहुतेरे पीढ़ियों से जो आप उठाया हुआ श्रापित शक्तियों को आज रात को परमेश्वर उसको खत्म करेगा। ചില പാരമ്പര്യമായുള്ള രോഗങ്ങള്, ചില പ്രതിസന്ധികള്, ചില കടഭാരങ്ങള്, പാരമ്പര്യമായി തലമുറകളുടെ മീതെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ചില പ്രതികൂലങ്ങള് ആത്മാവിന് രാത്രി അഴിപ്പാൻ ശക്തിയുള്ള ദൈവമാ. परमेश्वर की आत्मा आप पीढ़ियों से सहन के आ रहा हुआ कुछ एक हालेलुया श्रापित, जैसे कर्जा का हालेलुया, जैसे गरीबी का, जैसे हालेलुया बीमारी का, कुछ एक ऐसा अशांति की अवस्था को आज रात तो सर्वशक्तिमान परमेश्वर उसको खोल रहा है। ഈ രാത്രി നമ്മുടെ പ്രതിസന്ധിയെ നോക്കി ആത്മാവിൽ കരം വെച്ച് പറയുക, ഇനി ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തെ മേലാൽ കയ്പിക്കാൻ ഇടയാവരുത്. आज रात को आपकी जीवन की जो भी बातें हैं उस बात के ऊपर आप अपने हाथ रखकर कहो, तुमको आगे मेरे जीवन में कोई स्थान नहीं है, परमेश्वर ने मुझे मीठा बना दिया। ഈ പ്രശ്നം ഇനി ഒരുത്തരും അനുഭവിപ്പാൻ ഇടയായി തീരരുത്. ये जो परेशानी है दोबारा मैं कभी भी सामना नहीं करूंगा। ഇന്ന് രാത്രി ഞാൻ ആരാധിച്ച് അതിന്റെ മേൽ ജയവേറ്റെടുക്കാൻ പോവുക. आज रात को मैं प्रभु को स्तुति और धन्यवाद करके आराधना करके उस पर जय पाने जा रहा है। ചില പാരമ്പര്യത്തിന്റെ രോഗങ്ങളെ ആത്മാവ് ഈ രാത്രി അഴിച്ചു കളയുകയാ. परंपरागत पीढ़ी से आया हुआ कुछ एक बीमारियों को आज रात को परमेश्वर की आत्मा खुल रहा है। എന്റെ തലമുറയുടെ മീതെ ആത്മാവിന്റെ രാത്രി ചില വഴി തുറക്കുകയാ. मेरे पीढ़ियों के ऊपर परमेश्वर की आत्मा कुछ एक नया रास्ता बना रहा है। സ്തോത്രം. ഹോരേബിൽ നിന്ന് കൃപ പ്രാപിച്ചിറങ്ങിയ മോശയ്ക്ക് ചുറ്റുവട്ടത്തെ വിമർശനങ്ങൾ ഒരു പ്രശ്നമായി തീർന്നില്ല. हालेलुया। होरे पर्वत से परमेश्वर की आज्ञा को लेकर निकला हुआ मूसा को हालेलुया दुनिया की कोई भी रुकावट, कोई हालेलुया कोई बात नहीं था। വിളി നിന്റെ മേൽ, ദൈവത്തിന്റെ വിളി നിന്റെ മേൽ ഉണ്ടെങ്കിൽ പ്രശ്നത്തിനകത്ത് നീ പതറിപ്പോകത്തില്ല. परमेश्वर की पुकार अगर तुम्हारे जीवन में है तो जीवन की परेशानी के सामने तुम डगमगाएगा नहीं। സകലരും നിനക്കെതിരെ തിരിഞ്ഞാലും പ്രതിസന്ധിക്കകത്ത് നീ ഉറച്ചു നിൽക്കും.
हालेलुया, आपके बदले में सब लोग हो जाओ, लेकिन कितने भी बड़ा परेशानी आप सामना कर रहा है, उस परेशानी का सामने आप अटल रहेगा। മോശ കാണുന്നു മുൾപ്പടർപ്പിലിറങ്ങിയ തീക്കകത്ത് ഒരു ദൈവത്തിന്റെ ശബ്ദം മോശ കേൾക്കുകയാ. हालेलुया, मूसा जब होरे पर्वत पर हालेलुया अपनी हालेलुया ससुर का भेड़ों को जब चरा रहा था, तब परमेश्वर एक हालेलुया झाड़ी के अंदर, वो झाड़ी नहीं जल रहा था, उस पे आग लग रहा था, उस आग के अंदर से परमेश्वर ने मूसा से बात किया। ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ അകത്ത് കത്തുന്നുണ്ടെങ്കിൽ ആരും കേൾക്കാത്തൊരു ദൈവശബ്ദം ഈ രാത്രി നാം കേൾക്കാനിടയായി തീരും. अगर पवित्र आत्मा का सामर्थ्य अगर आज रात को आपके दिल के अंदर जल रहा है, तो आज कोई ना सुनने वाला एक आत्मा का शब्द आप सुनने जा रहा है। മാറയിലേക്ക് ജനമെല്ലാം ഒരുമിച്ച് വന്ന് നിൽക്കുകയാ. मारा में पूरी लोग आकर इकट्ठे हुए हैं। എല്ലാം കുടിച്ച് ജനം മുഴുവൻ കുടിച്ചു, പക്ഷെ അവരുടെ എല്ലാം വാ കയ്പാനിടയായി തീർന്നു. हालेलुया, पूरे लोगों पानी को पिया, हालेलुया, लेकिन उनकी मुंह कड़वा हुआ। മോശ ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവേ, എന്തുകൊണ്ടാ ഈ ഒരു കയ്പ് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നേ? मूसा प्रभु से पूछ रहा, प्रभु जी ऐसा कड़वापन का सामना हमको क्यों सामना करना पड़ रहा है? മോശയോട് ദൈവത്തിന്റെ മറുപടി ഇതാ, നീ നിന്റെ പ്രശ്നത്തെ നോക്കാതെ അതിന്റെ കരയിലേക്കൊന്ന് കണ്ണുയർത്തി നോക്കുക. प्रभु ने मूसा से बोला, तुम उस परेशानी की ओर ध्यान न दो, तुम हालेलुया जहां मैं देर को कह रहा हूं उस जगह की ओर तुम अपनी आंखों को देखो। കണ്ണുയർത്തി നോക്കിയ മോശ കാണുന്നു, അവരെ കയ്പിച്ചുകൊണ്ടിരുന്ന മാറയുടെ സമീപത്തായി ഒരു വൃക്ഷം നിൽക്കുന്നു. हालेलुया, मूसा वहां में एक बहुत बड़ा एक पेड़ को देखा। ദൈവത്തിന്റെ മറുപടി ഇങ്ങനെ, മോശേ, അബ്രാഹാമിനോട് ഞാൻ ദൂത് പറഞ്ഞ് ഇത് ഈ മാറയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട റൂട്ട് വരയ്ക്കുമ്പോഴേ ഞാൻ ഈ മരം ഇവിടെ നട്ടുവെച്ചതാ. हालेलुया, मूसा को प्रभु ने कहा, जब मैं अब्राहम को तुम्हारे बारे में, तुम उनकी जनों के बारे में जब कह रहा था, उसी समय ये मारा का किनारे पे ये पेड़ को मेरे लगाया हुआ है। നിന്റെ വിഷയത്തിന്റെ കരയിൽ അതിനു വേണ്ടുന്ന മറുപടി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടോ? जहां तुम जिस विषय का सामना कर रहा है, उस विषय का किनारे पे तुम्हारे लिए परमेश्वर हालेलुया उसका उत्तर रखा हुआ है। ഈ രാത്രി നമ്മുടെ കര ഉയർത്തി പറയാൻ പറ്റുമോ, ദൈവത്തിന് സകലതും സാധ്യമാണ്? आज अपनी हाथ उठाकर आज रात को कह दीजिए, मेरा परमेश्वर के लिए सब कुछ संभव है। സ്തോത്രം. കയ്പിക്കുന്ന പ്രതലങ്ങളെ നോക്കി, അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നോക്കി താടിക്ക് കൈയും കൊടുത്തിരിക്കാതെ ഇന്ന് രാത്രി വൃക്ഷത്തിന്റെ കൊമ്പു വെട്ടി പ്രതിസന്ധി നിറഞ്ഞ വെള്ളത്തിനകത്തേക്ക് എറിയാൻ തയ്യാറാവട്ടെ. हालेलुया, परेशानी वाला पानी के अंदर हालेलुया पेड़ का हालेलुया लकड़ी काट कर डालो, तुम्हारी परेशानी देखो आज मिटा होने जा रहा है। പ്രതിസന്ധി നിറഞ്ഞ വെള്ളത്തിന് വളരെ വലിപ്പമുണ്ടാകാം, മാറ എന്ന പ്രതലത്തിന് വളരെ വലിപ്പമുണ്ടാകാം, എന്നാൽ പ്രാർത്ഥന എന്ന കൊമ്പുവെട്ടി ആത്മാവിൽ അതിനകത്തേക്ക് എറിയാൻ തയ്യാറായ പ്രാർത്ഥനയുടെ മധുരം എത്ര വർദ്ധിക്കുന്നു, അത്രയും സ്ഥാനത്തെ കയ്പിന്ന് രാത്രി മാറിപ്പോകും. आपकी परेशानी जैसे मारा बहुत बड़े तालाब हो सकता है, बहुत बड़े पानी को कैसे मीठा करेगा, आप परेशानी को मत देखो, आप प्रार्थना का जो सामर्थ्य जो पेड़ है उसको काटो, प्रार्थना करके जो लकड़ी को काटो और आत्मा का शक्ति में आपकी परेशानी का सामना करो, चाहे हालेलुया परेशानी कितनी भी बड़ी हो। പ്രതിസന്ധിയുടെ മുമ്പിൽ മുഴങ്കാലുമടക്കി കരയുന്ന ഭക്തന്മാർ എഴുന്നേക്കട്ടെ. परेशानी को सामने हालेलुया घुटना टेक कर प्रार्थना करने वाला कुछ एक भक्त लोग आज रात को खड़ा हो जाने पाए। നമ്മുടെ കുടുംബത്തെ പാരമ്പര്യമായി കയ്പിക്കുന്ന ചില പ്രതിസന്ധികൾ അഴിഞ്ഞു മാറാൻ ഈ രാത്രി മുഴങ്കാൽ മടക്കുക.
आपकी पीढ़ी को, आपकी घर को, आपकी परंपरागत को, आपकी घर का लोगों को हालेलुया परेशान करने वाला, दुखित करने वाला, हालेलुया जीवन में अंधकार का काम करने वाला कुछ एक जो कालापन बातों के ऊपर हालेलुया जय पाने के लिए प्रार्थना का, हालेलुया विनती का, हालेलुया घुटना टेके. ഒരുപക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കും, പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ കയ്പുണ്ടോ? आप कभी कभी परमेश्वर से ये पूछ सकता है, पिताजी जो प्रार्थना करने वाले का जीवन में कड़वापन क्यों आते हैं? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുന്നു ദൈവം സ്നേഹിച്ച ലാസറിന്റെ ഭവനം. हम देख सकता है यूहन्ना 11 का अंदर यीशु मसीह बहुत प्यार किया हुआ लाजर मार्ता मरियम का घर. യേശു പല ആവർത്തി വന്നിട്ടുള്ള ഭവനമാ ലാസറിന്റെ ഭവനം. लाजर का घर में बहुत देर बाद यीशु मेहमान बन के आया हुआ है. മാർത്തയും മറിയും വളരെ പ്രതീക്ഷയോടെ ആ ലാസറിനെ വളർത്തിക്കൊണ്ടുവന്നേ. दोनों बहन अपनी भाई लाजर को बड़े हालेलुया दिलचस्पी से, बड़ा आशा के साथ उनको पालन पोषण किया. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവരുടെ പ്രതീക്ഷയ്ക്കകത്തേക്ക് കയ്പിറങ്ങി വന്നു. लेकिन आप देख सकता है एक दिन वो लोग कभी विचार नहीं किया था, एक बुरी तरह का कड़वापन उनकी जीवन का सामने आया. പ്രതീക്ഷകളെല്ലാം പ്രതീക്ഷ കയ്പായി മാറിയപ്പോഴത്തേന് അവർ മനുഷ്യരോടല്ല ദൈവത്തോട് തന്നെ അവരുടെ പ്രശ്നങ്ങളെ പോയി അവതരിപ്പിക്കുകയാ. हालेलुया जीवन का हर एक बातों को वो लोग कड़वापन जैसा हालेलुया दुखित बात हुआ, हालेलुया वो परमेश्वर का सामने विनती करने लगा. പക്ഷെ യേശുവിന്റെ മറുപടി എങ്ങനെയാ? ഈ ദീന മരണത്തിനല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനാ. यीशु उनको उत्तर दिया, ये बीमारी मृत्यु के लिए नहीं, परमेश्वर की महिमा लोगों के बीच में होने के लिए है. ഈ രാത്രി പറയാൻ പറ്റുമോ, എന്റെ കുടുംബം അനുഭവിക്കുന്ന കയ്പ് അതിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവാ. आज रात को आप ये बोल सकता है क्या, मेरा घर जो सामना कर रहा है ये कड़वापन, ये दुखित बात, हालेलुया ये हमेशा के लिए नहीं, मैं आगे मीठा बातों को स्वाद करने जा रहा है. ലാസറിന്റെ ഭവനത്തിലേക്ക് കേട്ടവർ ഓടി ഓടി ചെല്ലുകയാ. लाजर के घर की ओर जो लोग उस दुख की समाचार को सुनाए दौड़ दौड़ के जा रहा है. ശവമടക്ക് നടത്താനുള്ള പരിപാടികളൊക്കെ യഹൂദന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാ. हालेलुया दफनाई की घरे कार्यक्रम वहां चल रहा है. ഒരു ഭാഗത്ത് അവരുടെ കയ്പ് നിറഞ്ഞ വിഷയം കിടക്കുന്നു, ലാസർ മരണപ്പെട്ടു. उनके जीवन में एक बहुत बड़ा कड़वापन बात, उनका इकलौता भाई लाजर मृत्यु हो गया. മറുഭാഗത്ത് നാട്ടുകാരുടെ ആയിരം ചോദ്യങ്ങൾ, യേശു എന്തിയെ? उसके दूसरी हिस्सा में हालेलुया समाज का और पड़ोसियों का हजारों सवाल, तुमने जिसकी उपासना किया था तुम्हारे घर में बहुत बार मेहमान बन के आया, यीशु कहाँ है? കയ്പിന്റെ പുറത്ത് കയ്പ് മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം. कड़वापन के ऊपर और कड़वापन पाने वाला परिवार. ഇന്ന് രാത്രി മനസ്സിലാക്കുക, കയ്പ് തരാൻ സാത്താൻ ഒരു സമയമുണ്ടെങ്കിൽ അതിനെ വിടുവിക്കാൻ ദൈവത്തിനൊരു സമയമുണ്ട്. आज रात को आप ये विश्वास कीजिए और अब सुन लीजिए, अगर शैतान थोड़ी देर के लिए आपको कड़वापन अगर आपके जीवन में दुखित बात दिया है तो, लेकिन आपको खुशी आनंद मीठापन देने का कुछ समय नजदीक आ रहा है. ചില മണിക്കൂറുകൾ മാത്രമേ നീ കയ്പ് അനുഭവിക്കേണ്ടി വരത്തുള്ളൂ. कुछ एक पल ही सिर्फ आपको कड़वापन का सामना करना पड़ेगा. നിന്റെ കയ്പ് നിറഞ്ഞ കണ്ണുനീരിനെ ദൈവാത്മാവ് ഒറ്റിയെടുക്കുന്ന ഒരു സെക്കൻഡ് ഉണ്ടെന്ന് ഈ രാത്രി നാം മനസ്സിലാക്കുക. तुम्हारा कड़वापन का सामने का जो आंसुओं को परमेश्वर उसको पोंछने का दिन आ रहा है. 4-ാം ദിവസം യേശു ആ ഭവനത്തിൽ വന്നു. चौथा दिन प्रभु यीशु मसीह लाजर और मरियम के घर में आया. ഇവരുടെ കയ്പ് നിറഞ്ഞ വിഷയത്തിന്റെ മുകളിൽ യേശുവിന്റെ കാൽ പതിഞ്ഞു നിൽക്കുകയാ. इनका कड़वापन जी बातों के ऊपर यीशु मसीह का पांव लगाया. ജീവന്റെ ശബ്ദം യേശുവിന്റെ ആദരത്തിൽ നിന്ന് അവരുടെ കയ്പ് നിറഞ്ഞ വിഷയത്തിലേക്ക് ചലിക്കാൻ തുടങ്ങി.
हालेलुया। यीशु मसीह का जीवन, जैसे यीशु ने बोला मैं जीवन देने आया हूं, बहुत ऐसा जीवन, वो जीवन उनकी कड़वापन की बातों के ऊपर उतरने लगा। ഇനി പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞവർ നോക്കി നിൽക്കെ ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. लोगों ने बोला मर गया, अभी 4 दिन हो गया, खबर बंद, अभी बदबू आने लगा। लोगों ने बोला ये कभी बाहर नहीं आ सकता। हालेलुया। सबके सामने प्रभु ने बोला हे लासर तू बाहर आ। प्रभु ने हुक्म दिया, लासर बाहर आ गया। ഇന്ന് രാത്രി നീ പാർക്കുന്ന സ്ഥലം നിന്റെ വീട്ടിനകത്തെ അത്ഭുതം കൊണ്ട് അറിയപ്പെടാൻ പോകുകയാ. നിന്റെ വീട്ടിനകത്ത് നടക്കുന്ന ഒരു അത്ഭുതം കൊണ്ട് നീ പാർക്കുന്ന സ്ഥലം അറിയപ്പെടാൻ പോകുകയാ. आज रात को परमेश्वर की आत्मा ये वचन दे रहा है, जो व्यक्ति कड़वापन का सामना कर रहा है, दुखित सामना कर रहा है, परेशानियों का सामना कर रहा है, आपकी परेशानी के ऊपर परमेश्वर की चमत्कारी को उठाकर एक बहुत बड़ा चिन्ह और अद्भुत बातों के द्वारा दुनिया जानने जा रहा है आप प्रभु की बेटी और बेटा है करके। കഴിഞ്ഞ ചില മണിക്കൂറുകൾ ശവത്തിന്റെ മണമുണ്ടായിരുന്ന ഭവനത്തിനകത്ത് സുഗന്ധമാക്കി തീർക്കാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്ത് നിന്ദകളെ അപമാനങ്ങളെ സുഗന്ധമാക്കി മാറ്റുന്ന ഒരു യേശു ഈ രാത്രി നമ്മുടെ കൂടെ ഉണ്ട്. लाजर की भवन के अंदर कुछ समय पहले शवक का बदबू चल रहा था। हालेलुया। उस शवक का हालेलुया खुशबू को हालेलुया सुगंध का हालेलुया हालेलुया खुशबू बनाकर परिवर्तन करना, आपकी जीवन की दुख की हालेलुया महक को हालेलुया खुशियों का खुशबू बनाकर प्रभु आगे बढ़ाने जा रहा है। നമ്മുടെ കയ്പിനെ മധുരമാക്കി മാറ്റുന്ന ഒരു യേശു അപ്പം നമ്മുടെ കൂടെയുണ്ട്. आपके कड़वापन को मीठापन बनाने वाला एक यीशु आपके साथ है। നമ്മുടെ കയ്പുകൾ മാറും, നമ്മുടെ കഷ്ടതകൾ മാറും, നമ്മുടെ വേദനകൾ മാറും, നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. हालेलुया। आपकी कड़वापन दूर हो जाएगा, आपकी दर्द परेशानियां दूर हो जाएगा। हमारा प्राण हालेलुया, हमारा हालेलुया परमेश्वर बहुत जल्दी बादलों में आने वाला है। കഷ്ടതയില്ലാത്ത, നിന്ദയില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, വേദനയില്ലാത്ത ഒരു നിത്യനാട്ടിലേക്ക് നാം പറന്നുയരാൻ സമയമായിരിക്കുകയാ. जहां कष्ट नहीं है, दुख नहीं है, जहां परेशानी नहीं है, जहां मुसीबत नहीं है, वो जहां दर्द नहीं, उस जैसा एक देश की ओर हम उड़ने जा रहा है। ഈ രാത്രി ആ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ സ്വർഗ്ഗം നമ്മെ ഒരുമിച്ച് ആശീർവദിക്കട്ടെ. इस आशा के साथ हम अपने जीवन को धीरज पे आगे बढ़ाए। प्रभु हमारे जीवन को आशीष करे। परमेश्वर की अद्भुत वचन यहाँ में समाप्त करना चाहता हूँ। सबको जय मसीह। हालेलुया। എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. सबको प्रभु आशीष देने पाए। अभी തോമസ് പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. हालेलुया। हमारे लिए भी प्रार्थना कीजिए। हम आप लोगों के लिए प्रार्थना करते हैं। अभी थॉमस अचायन दिल्ली से प्रार्थना करेंगे।